السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. حتى لبحر النور جبريل وقف دعني تقدم يا حبيبي لا تخف. أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, റഹ്മാനും റഹീമുമായ നാഥൻ അവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അടിമകളാകുന്ന നാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ അള്ളാഹുവിൻ്റെ മാസത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗീയ സുവനത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, വരുന്ന ബുധനാഴ്ചയുടെ അസ്തമയത്തോടുകൂടെ റജബ് 27 രാവിലേക്ക് നാം കടക്കുകയാണ്. ബുധനാഴ്ച അസ്തമിച്ചിട്ടുള്ള രാവ് 27 രാവാണ്. വ്യാഴാഴ്ച 27 പകലുമാണ്. നമുക്കേവർക്കും അറിയാം, റജബ് 27 രാവ് എന്നത് പരിശുദ്ധമായ ഇസ്ലാമിൽ അവിസ്മരണീയമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച രാവാണ് റജബ് 27 രാവ്. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ രാപ്രയാണം നടത്തിയ ഒരു രക്ഷിതാവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു. എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല ഇസ്രാ മിഅ്റാജ് ഹബീബായ തങ്ങൾക്ക് നടത്തിയത്? ലിനുരിയഹു മിൻ ആയാതിനാ, ഹബീബായ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ നേർക്ക് നേർ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ റഅയ്തും മാ റഅയ്തു ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ. സഹാബത്തെ, ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ, നിങ്ങൾ അല്പം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ സമയത്ത് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഖാലൂ വമാ റഅയ്ത യാ റസൂലല്ലാഹ്, തങ്ങളെ അങ്ങ് എന്താ കണ്ടത്? തങ്ങൾ പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാറാ, സ്വർഗനരകങ്ങളെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. സ്വർഗനരകങ്ങളെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, അത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ധാരാളമായി നിങ്ങൾ കരയുകയും ചിരി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കുറവ് മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത്രമാത്രം ഗൗരവമുള്ള കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. മാത്രമല്ല, ഈ യാത്രയുടെ പരിണിതി ഫലമായിട്ടാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഈ സമുദായത്തിന് സിദ്ദീഖ് ആയിട്ട് ലഭിക്കുന്നത്, അല്ലേ? പലരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരം സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ പലരും ഉൾക്കൊള്ളാൻ കഴിയാതെ വിസമ്മതിച്ച സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്താ? എൻ്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാ. ഇൻകാന ഖാല കദാലിക ലഖദ് സദഖ, എൻ്റെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഖദ് സദഖ, നേതാവ് പറഞ്ഞിട്ടുള്ളത് സത്യമാണ്. ഇന്നി ല ഉസദ്ദിഖുഹു, തീർച്ചയായും ആ പ്രവാചകനെ ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്.
അതിൻ്റെ ഫലമായിട്ടാണല്ലോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് വീണത്. ബഹുമാനികളെ, ഇസ്രാ മിഅ്റാജിലൂടെ ഒരു സന്ദേശം നമുക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊന്ന് നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ സംശയ ലേശമെന്നെ അത് അംഗീകരിക്കുക എന്നതാണ്, ഒരു സിദ്ദീഖായിട്ട് മാറുക എന്നതാണ് റജബ് 27 നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യേ. വകൂനൂ മഅസ്സാദിഖീന, നിങ്ങൾ സത്യവാന്മാരോടുകൂടെയാവ്, നിങ്ങൾ സിദ്ദീഖീങ്ങളിൽ പെട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ബഹുമാനികളെ, സിദ്ദീഖ് എന്ന പദവി അമ്പിയാക്കളുടെ പദവി കഴിഞ്ഞാലുള്ള പദവിയാണ് സിദ്ദീഖ് എന്ന പദവി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന. നബിമാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സിദ്ദീഖീന, സത്യവാന്മാർ, സിദ്ദീഖീങ്ങൾ എന്നതാണ്. നബിമാരുടെ മഹത്വം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മഹത്വമുള്ളത് സിദ്ദീഖീങ്ങൾക്കാണ്. അങ്ങനെയുള്ള ഒരു സിദ്ദീഖ് ആയി തീരുക എന്നത് റജബ് 27 നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. അല്ലാഹു തആല സിദ്ദീഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സന്ദേശം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ളതായ വിഷമങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിലേക്ക് വന്നുകൂടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതായ സമാധാനിപ്പിക്കൽ, അല്ലാഹു തആലയിൽ നിന്നുള്ള ആശ്വാസം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് എന്നത് റജബ് 27 നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. എന്തുകൊണ്ട്? ഇസ്രാ മിഅ്റാജിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കാനായിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്ന ഒരു നേതാവാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലേ, നമുക്കറിയാം, ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ മാതാവ് മരണപ്പെട്ടു, പൂർണ്ണ യതീമാവുകയാണ്. ശിഅബ് അബീ താലിബിൻ്റെ മലമടക്കിൽ 2 വർഷക്കാലമാണ് ഉപരോധത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും കഴിഞ്ഞുകൂടിയത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചിലകൾ കഴിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ പിഞ്ചോമന പൈതലുകൾ ഹബീബായ തങ്ങളുടെ മുമ്പിൽ നിന്ന് കരയുമ്പോൾ നെഞ്ച് പിടഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതകാലത്ത് തന്നെ 3 ആൺമക്കളെയും മറമാടേണ്ടി വന്ന ഒരു പിതാവാണ്. എത്രമാത്രം പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയിട്ടുള്ളത്. നബുവത്തിൻ്റെ 10-ാം വർഷമാണ് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത്. അബൂ താലിബും ആ വർഷമാണ് വഫാത്താകുന്നത്. തൻ്റെ പ്രബോധന മേഖലയിൽ താങ്ങും തണലുമായിരുന്നവരാണ് ഇവർ രണ്ടുപേരും. ഇവർ രണ്ടുപേരുടെയും വിയോഗത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് പോയി. തൻ്റെ ബന്ധുമിത്രാദികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ അവർ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടാണ് ത്വായിഫിൽ നിന്നും മടക്കി അയക്കുന്നത്. എല്ലാ രീതിയിലും നിസ്സഹായനായി നിൽക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം ആകാശത്തിനും അപ്പുറത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. 7-ാം ആകാശത്തേക്കും അപ്പുറം കൊണ്ടുപോകുന്നത്, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടുപോകുന്നത്. ബഹുമാനികളെ, ഭൂമിയിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം വലിയ പദവി നൽകിയാണ് ആദരിച്ചതെന്നറിയുമോ? ഒരു ഘട്ടം എത്തിയപ്പോൾ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും മുന്നോട്ട് കടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഹത്താ ലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ്. ബഹറുന്നൂർ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, തങ്ങളെ എനിക്കങ്ങോട്ട് പോകാൻ അനുവാദമില്ല, ബഹറുന്നൂറിലേക്ക് കടക്കാൻ എനിക്ക് അനുവാദമില്ല തങ്ങളെ, അതുകൊണ്ട് തങ്ങൾ പോകൂ. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ,
ഖയ്യൂമായ റബ്ബ് തആലയുമായിട്ട് മുനാജാത്ത് നടത്തി രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ട് സന്തോഷവാനായിട്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആശീർവദിച്ചുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിൽക്കുന്നത്. ബഹുമാനികളെ, എത്ര വലിയ പദവിയിലേക്കാണ് ഉയർത്തിയത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിഷമങ്ങളുണ്ടാകാം, പരീക്ഷണങ്ങളുണ്ടാകാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രീതിയിലാണ് ആശ്വസിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ആശ്വാസം കിട്ടുന്നതുവരേക്കും നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വരുന്ന ബുധനാഴ്ച അസ്തമയത്തോടുകൂടെയാണ് നമ്മൾ റജബ് 27 രാവിലേക്ക് നമ്മൾ കടക്കുന്നത്. ആ രാവിനെ ഇബാദത്ത് കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സജീവമാക്കുക. അതിനുശേഷമുള്ളതായ വ്യാഴാഴ്ചത്തെ പകൽ നോമ്പെടുക്കുന്നത് വലിയ പുണ്യകരമായിട്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹദീസിൽ നമുക്ക് കാണാം, മൻ സ്വാമ യൗമ സാബിഇ വൽ 20 മിൻ റജബ്, റജബ് 27 പകലിൽ നോമ്പ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു ബിസിയാമിഹി അൽഫ ഹസനത്തിൻ, 1000 നന്മകൾ അവനിക്ക് വേണ്ടി എഴുതുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കതബല്ലാഹു ലഹു സവാബ 60 ഷഹ്റ, 60 മാസം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം അവനിക്ക് വേണ്ടി അല്ലാഹു തആല എഴുതുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനികളെ, വരുന്ന വ്യാഴാഴ്ച റജബ് 27 നോമ്പ് കഴിയുന്ന ആരും ഒഴിവാക്കരുത് എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. റജബിനെയും ഷഅബാനിനെയും റമദാൻ ഷരീഫിനെയും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു തആല നമുക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.